ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ദ ക്രിസ്ത്യൻ പ്രയോറിറ്റി, ഒരു വിശുദ്ധൻ്റെ മുൻഗണന, അതാണ് വിഷയം. നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ are we devoted to Christ or are we distracted എന്നുള്ളത് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ധ്യാനിക്കാനുള്ളത്. നമ്മൾ കർത്താവിൻ്റെ ഒരു വർക്കറാണോ വർഷിപ്പറാണോ? അതാണ് മാർത്തയിലും മേരിയിലും നമുക്ക് കാണുവാനുള്ളത്. അതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രയോറിറ്റി ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്രയോറിറ്റീസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. ഈ വേദഭാഗം മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ നടന്നത് ലൂക്കോസിൽ മാത്രം കാണുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചർച്ചിൽ പൊതുവിൽ ലൂക്കോസിൽ മാത്രം കാണുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗവും വേറെ എങ്ങും കാണുകയില്ല, ലൂക്കിൽ മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. അത് കഴിഞ്ഞിട്ടാണ് 38 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ശമരിയക്കാരൻ്റെ ഉപമയിൽ നമ്മൾ എന്താണ് അവിടെ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിച്ചത്? ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നത് നിമിത്തം അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 38 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും എംഫസൈസ് ചെയ്യുന്ന ഒരു വേദഭാഗമായി നമുക്ക് മനസ്സിലാക്കണം. അതിന് 38-ാം വാക്യം വായിക്കണം. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മതി. As Jesus and his disciples were on their way, he came to a village where a woman named Martha opened her home to him. ഈ വേദഭാഗത്ത് ഇവരുടെ ഗ്രാമത്തെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് യോഹന്നാൻ 11:1, 12:1 മുതൽ 3 വരെ എന്നൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട് ബെഥാന്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ മാർത്തയും മറിയയും അവരുടെ ആങ്ങള ലാസറസും പാർത്തിരുന്നു. പക്ഷെ ലൂക്കോസ് എന്തുകൊണ്ടോ ലാസറിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ യോഹന്നാൻ 11:8 യെരുശലേമിൽ നിന്ന് 2 മൈൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ ബഥാന്യ. പലപ്പോഴും കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രകളിൽ ബഥാന്യയിൽ വന്ന് പാർക്കുന്ന, ഈ ഭവനത്തിൽ കൂട്ടായ്മ ആചരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ സന്ദർഭമായിരിക്കും ജീസസ് അവിടെ ചെല്ലുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ വുമൺ നെയ്മഡ് മാർത്ത opened her home to him. പാരമ്പര്യമായ പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും ഒക്കെ
മറ്റ് പലരും വിമർശിക്കുകയും മറ്റ് പലരും അവോയ്ഡ് ചെയ്യുമ്പോഴും ഈ സഹോദരിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കാണാം. ഒരു പക്ഷെങ്കിൽ ഈ വീട് അവരുടെ ആയിരിക്കാം. ഷീ ഓപ്പൺഡ് ഹെർ ഹൗസ് ഫോർ ജീസസ്, ഇൻവൈറ്റഡ് ജീസസ്. അതെത്ര വലിയ കാഴ്ചപ്പാടാണ്. ഇപ്പം നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളൊക്കെ വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ സ്വന്തക്കാരും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ നടുവിൽ യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി യേശുവിന് നമ്മൾ ഹൃദയം കൊടുത്ത് വീട് തുറന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഒരു വലിയ ഡിസ്റ്റർബൻസ് കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇന്നത്തേക്കാൾ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ട്രമൻഡസ് ഇമ്പാക്റ്റാണ് അത് സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. ഇന്നാണെങ്കിൽ പോലും. എന്നാൽ ഇന്ന് കുറച്ചുകൂടെയൊക്കെ ആളുകൾ ശ്വാസത്തിലൊക്കെ വരുമ്പോൾ ബന്ധക്കാരൊക്കെ ഉൾക്കൊള്ളും. നല്ലൊരു കാര്യത്തിന് എല്ലയോ പോയത് എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ പണ്ടങ്ങനെയല്ല. ഞാനിപ്പോൾ നമ്മുടെ കാര്യമാണ് പറയുന്നത്. ബഥാനിയയിലെ കാര്യമെടുത്ത് ഒരു ആപ്ലിക്കേഷൻ നടത്തുകയാണ്. പണ്ടൊക്കെ എന്താണ് പറയുന്നത്? പണ്ടൊക്കെ എന്തും പറഞ്ഞു കളയും. യോ പെന്തിക്കോസുകാരുടെ പോയോ, ആരോ പാസ്റ്റർമാർ കയറി ബ്രെയിൻ വാഷ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ബ്രെയിൻ വാഷ് ചെയ്ത് കളിപ്പിച്ചതാണ്. എന്തോ ഇതിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഞ്ഞിന്, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാരമ്പര്യ പശ്ചാത്തലങ്ങളിൽ നിന്ന് യേശുവിന് വേണ്ടി ഹൃദയവും വീടും തുറന്നു കൊടുത്തവരെ നമ്മുടെ നാട്ടിലും കളിയാക്കിയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മാർത്തയുടെ ആ കാഴ്ചപ്പാട് നമ്മൾ കാണുന്നത്. ഷീസ് എ ലീഡർ. ഷി വാസ് ബോൾഡ്. ബഥാനിയയിലെ ഗ്രാമത്തിൽ ഈ കുടുംബത്തെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ട്രഡീഷണൽ ബൗണ്ടറികളെ ഭേദിച്ച് യേശുവിനെയും ശിഷ്യന്മാരെയും അവിടുത്തെ ഉപദേശത്തെയും ഉൾക്കൊള്ളാൻ ഈ ഒരു സഹോദരി മുൻകൈയെടുത്തു. ജീസസ് ഒരു ജൂ ആണ്. തൻ്റെ ഐഹിക ജീവിതത്തിൽ ഹി വാസ് എ ജൂ. ആ നിലയിലല്ല ഞാൻ പറയുന്നത്. ജീസസിൻ്റെ പ്രസംഗങ്ങൾ ജൂയിഷ് അതോറിറ്റികളെ ഡിസ്റ്റർബ് ചെയ്തതാണ്. അവരുടെ വാച്ച്ഫുൾ ഐ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ സഹോദരി ഒരു മുൻകൈ എടുത്തു. ഷീസ് എൻ എക്സ്ട്രാ ഓർഡിനറി വുമൻ. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ലൂക്കോസ് 9:51 മുതൽ 53 വരെയുള്ള വാക്യം, 10:10, 11, 12 വാക്യം. യേശുവിൻ്റെ ശിഷ്യന്മാരോ ഒന്നും പലപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ വെൽക്കം അല്ലായിരുന്നു. പക്ഷേ ഇവിടെ മാർത്ത വളരെ സന്തോഷത്തോടെ യേശുവിനെ തൻ്റെ കുടുംബത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്ന മാത്രമല്ല, യേശുവിന് വേണ്ടി കുറെ കാര്യങ്ങൾ ഈ സഹോദരി അവിടെ ചെയ്യുന്നത് അടുത്ത വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ബൈബിളിലൊക്കെ ഇവിടെയും അതുപോലെ യോഹന്നാൻ 11:29-30 വാക്യം, 12:2-3 വാക്യം, ഇവിടെയെല്ലാം മാർത്തയെ ആദ്യമാണ് ഈ സഹോദരിമാരുടെ അവരുടെ പേരുകൾ വരുമ്പോൾ മാർത്തയാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ മാർത്തയായിരിക്കും ദി എൽഡർ സിസ്റ്റർ ആയിരിക്കാം. രണ്ടുപേരും കർത്താവിൽ വിശ്വസിച്ചു എന്ന് വേണം കരുതാൻ. കാരണം 40 വാക്യത്തിൽ ലോർഡ് എന്ന് പറഞ്ഞാണ് മാർത്ത കർത്താവിനെ സംബോധന ചെയ്യുന്നത്. മേ ബി ഷീ ഈസ് ദി എൽഡർ. I don't know about her marital status, but probably she is a widow.
ആയിരിക്കാം. കാരണം ബൈബിൾ ആ കാര്യത്തിൽ സൈലൻ്റ് ആണ്. As Jesus and his disciples were on their way, he came to a village where a woman named Martha opened her home to him. 39 വാക്യം വായിക്കാം. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മതി. 39 വാക്യം മെഡിറ്റേറ്റഡ്, ചിന്തിക്കത്. മാർത്തയുടെ പേഴ്സണാലിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. 39 മേരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ 40 വരുമ്പോൾ പിന്നെയും മാർത്തയുടെ കാര്യമാണ്. അവിടെ വീട് മാത്രമല്ല അവൾ തുറന്നത്, ശരിക്കും കർത്താവിനെയും ശിഷ്യന്മാരെയും സൽക്കരിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അവൾ പ്രിപ്പയർ ചെയ്തു. ദാറ്റ് കോസ്റ്റ് മണി. അവരുടെ ആ സ്വകാര്യമായുള്ള അനുഭവങ്ങളൊക്കെ മാറി. ഇപ്പോൾ ജീസസ് ആൻഡ് ദ ഡിസൈപ്പിൾസ് 10-13 പേരായി. അവർക്കുള്ള ആഹാരത്തിൻ്റെ ക്രമീകരണം, അല്പമായി റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ക്രമീകരണം. ഹൃദയം തുറന്നു, വീട് തുറന്നു, പേഴ്സും തുറന്നു. And she is willing to work for that. Martha is a wonderful woman. പലപ്പോഴും നമ്മൾ മാർത്തയെക്കുറിച്ച് പറയുമ്പോൾ we always put her in a bad light. മാർത്തയുടെ എന്താണ് അവിടെ വന്ന വീക്ക്നെസ് ഐ വിൽ ടെൽ യു. പക്ഷേ ആദ്യം മാർത്ത എന്ന ആ ലീഡർ, ആ സഹോദരി, അവരുടെ ആ നല്ല കാര്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ എന്തൂസിയാസമുണ്ട്. അവൾ കർത്താവിനും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒരു 13 പേരുടെ സംഘം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കയറി, വാട്ട് അബൌട്ട് ലഞ്ച്? ചുറും പൂർക്കോ ലഞ്ചോ? അപ്പോയിൻമെൻ്റ് എടുത്തായിരുന്നു? ഇല്ല, ദേ വർ ഓൺ ദെയർ വേ. ആട്ടെ, ലഞ്ച് കഴിഞ്ഞ് നമ്മുടെ ബൈബിൾ സ്റ്റഡി പോലെ 3/4 മണിക്കൂറും 1 മണിക്കൂറും കഴിഞ്ഞ് കഴിയുന്നതല്ലായിരിക്കാം. അത് കഴിഞ്ഞ് ഒരു 4 മണിയായ, ഞാൻ സമയം ഇവിടുത്തേതല്ല, ഞാനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാം. ഒരു 4-5 മണിയാകുമ്പോൾ എല്ലാവർക്കും കൂടോ ആട്ട് ലേറ്റായി പോയ ഡിന്നറോ, അയ്യോ ഇന്ന് പോകുന്നില്ലേ? This woman is a wonderful woman. എന്നിട്ട് she is personally involved in food preparation. അതാണ് എനിക്ക് മാർത്തയെക്കുറിച്ച് പറയാനുള്ളത്, അല്ലേ? നിങ്ങൾ നോക്കിയ 40 വാക്യം. But Martha was distracted by all the preparations that had to be made. She came to him and asked, Lord, don't you care that? But she was involved in preparing many things. Martha is a wonderful woman. ആ കാര്യം മറക്കരുത്. എന്താണ് ആക്ച്വലി മാർത്ത ചെയ്യുന്നത്? സെർവിങ് ദ ലോർഡ്. അത് ആവശ്യമല്ലേ? ആവശ്യമാണ്. കർത്താവിന് ഭക്ഷണം കൊടുക്കുക, കർത്താവിൻ്റെ കൂടെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വിശ്രമത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്, ഇറ്റ്സ് ബിഗ്. അതാവശ്യമാണ്. അത് വേണ്ടെന്നല്ല ഈ ടെക്സ്റ്റ് പറയുന്നത്, അതാവശ്യമാണ്. അപ്പം ഞാൻ ഇനിയും അടുത്ത സഹോദരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അനിയത്തി എന്നങ്ങ് വിളിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ മാർത്തയുടെ പേര് കാണുന്നതുകൊണ്ട് ചേട്ടത്തി, മേരി, അനിയത്തി. നമുക്ക് അങ്ങനെ അങ്ങ് ചിന്തിക്കാം, ധ്യാനിക്കല്ലേ. മേരിക്ക് വ്യത്യസ്ത ഒരു സ്വഭാവമാണ്. അതാണ് 39 വാക്യത്തിൽ. ഷീ ഹാഡ് എ സിസ്റ്റർ കോൾഡ് മേരി who sat at the Lord's feet listening to what he said. അത് മലയാളത്തിൽ 39 വാക്യം വായിക്കാം. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന്, കർത്താവിന്റെ കാൽക്കലിരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ റബ്ബിമാരുടെ കാൽ ചവിട്ടിലാണ് ഈ സ്റ്റുഡൻസ് ഇരുന്ന് സാധാരണ പഠിക്കുന്നത്. എങ്കിലും യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ റബ്ബിമാർ
സഹോദരിമാരെ സ്റ്റുഡൻസായി എടുക്കത്തില്ല. ആ ട്രഡീഷനെ യേശു തട്ടിമാറ്റിയിട്ട് ഇവിടെ കർത്താവ് അവളെ സ്വീകരിക്കുകയാണ്. അവരുടെ പശ്ചാത്തലത്തിൽ ലേഡീസിന് ആ നിലയിൽ വന്നിരിക്കാനുള്ള ഒന്നും അനുവാദമൊന്നുമില്ല. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. വചനം, അവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. എവിടെ ഇരുന്ന്? കാൽച്ചുവട്ടിലിരുന്ന്. അതെന്താണ് കാണിക്കുന്നത്? അതെന്താ? അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ അതിൻ്റെ നമുക്ക് സമ്മറി പിടിച്ചാൽ മതിയല്ലോ, അല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു ഇന്ന് ഞാൻ കേട്ടതാ. കംപ്ലീറ്റ് പറയത്തില്ല, എനിക്കറിയാം അതിൻ്റെ. പിന്നെ ഒരു കഥ പറഞ്ഞത്, അല്ലെ ഒരു പാരബിൾ പറഞ്ഞത്. ഇതങ്ങനെയല്ല. ബാക്കിയെല്ലാം വിട്ടിട്ട് കാൽച്ചവിട്ടിലിരുന്ന് അവിടെ ഞാൻ കാണുന്ന ആ സഹോദരി intense, focused, concentrated. I think in my heart she was looking into the eyes of the master and just ഒരു സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് പോലെ അവിടുന്ന് പറയുന്ന വചനങ്ങൾ മുഴുവനും ഒപ്പിയെടുക്കുകയാണ് മേരി. കാൽച്ചോട്ടിലിരുന്ന് കേൾക്കുക. He is not bothered about anything else. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ 10:39, യോഹന്നാൻ 11:32, യോഹന്നാൻ 12:3, 3 സ്ഥലങ്ങളിൽ മേരിയെ കാണുന്നത്. 3ഇടത്തും she is at the feet of Jesus. What a privileged position to be in. At the feet of Jesus. അപ്പോൾ 2 സഹോദരിമാർ, 2 പേരുടെ നേച്ചർ അവിടെ കാണാം. ഒരാൾ ഒരു ലീഡറാണ്. ആ സഹോദരി കർത്താവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു, വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുന്നു. ആ വിഷയത്തിൽ ഷീ ഈസ് ബിസി. ഇവിടെയാണ് നമ്മുടെ മെസ്സേജ്. ബിസി ഫോർ ദ ലോർഡ്. മേരിയോ busy with the Lord. അനേക സുവിശേഷകർക്ക്, അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിപ്പോകുന്ന ഒരു വലിയ പരാജയമാണ്. ബിസി ഫോർ ദ ലോർഡ് വേണ്ടെന്നാണോ? അല്ല, അത് ആവശ്യമാണ്. അതിനേക്കാൾ വലുതാണ് യു ബി ബിസി വിത്ത് ദ ലോർഡ്. മൂന്നല്ല 30 ദിവസം ഉപവാസ പ്രാർത്ഥന അറേഞ്ച് ചെയ്യാം. 30 ഇരുന്നെന്ന് നമ്മൾ കേൾപ്പിക്കും. പക്ഷേ ഇതിൽ എത്ര മണിക്കൂർ യേശുവിൻ്റെ കൂടെയായിരുന്നു? അതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ചിന്തിക്കേണ്ടത്. Listening to his word. നമ്മളോട് എല്ലാവരോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടണം. നമുക്കെല്ലാം പറയാനുള്ളത് കർത്താവിന് വേണ്ടി അത് ചെയ്ത്, കർത്താവിന് വേണ്ടിയാ. ഇത് വേണ്ടെന്നാണോ? ഇതെല്ലാം വേണ്ടിയതാണ്. കർത്താവിന് വേണ്ടിയാണ് ചെയ്തത്. മാർത്ത സ്നേഹത്തിലല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? യാ. But what about Mary? She listened to what the master had to say. When we pray, we talk to God. When we hear the word or read the word, God speaks to us. Listen. Be a good listener. ഉപവാസ പ്രാർത്ഥനയിലിരിക്കാം വചനം വായിക്കാതെ. ഉപവാസ പ്രാർത്ഥനയിലിരിക്കാം വചനം കേൾക്കാതെ. ഞായറാഴ്ച സഭായോഗത്തിന് വരാം വചനം കേൾക്കാതെ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റ് പല പല കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഓടി. We become poor listeners and thereby very ineffective.
Martha is a leader. Martha is a very loving woman. Mary is a very loving woman. രണ്ട് പേരുടെ രണ്ട് നേച്ചറാണ്. Mary listened to Jesus, continuous at hearing. She was riveted to the most powerful, clear teaching of God. അതുപോലെ ഒരു പ്രസംഗി ഇല്ല, അതുപോലെ പഠിപ്പിക്കുന്ന ആരുമില്ല. ജീവന്റെ മുത്തുകൾ തിരുവായി മൊഴിഞ്ഞ് പറയുമ്പോൾ ആ വാക്കുകൾ അടർന്നു വീഴുന്നത് അതൊന്നും നിലത്ത് വീഴാതെ മുഴുവൻ ഒപ്പുകയാണ്. What a position. That's what Mary is doing. ഇതാണ് ഒരു ശരിയായ ശിഷ്യനിൽ, ഒരു ട്രൂ ബിലീവറിൽ കണ്ടുവരേണ്ടത്. 39-ാമത്തെ വാക്യത്തിലെ ആ ക്വാളിറ്റിയാണ്. ലൂക്കോസ് 8:15 നല്ല നിലത്ത് വീണ വിത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ട് കാര്യം മനസ്സിലായി അത് ഗ്രഹിച്ച് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് ഫലം കായ്ക്കുന്ന അനുഭവം. മേരിയുടെ കൂട്ടിരുന്നാൽ മതി. ദാറ്റ്സ് ഷീ ഹാസ് എ ഗുഡ് ഹാർട്ട്. നല്ല നിലത്തത് വീഴുക. ലൂക്കോസ് 8:21 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ ആത്മീക സഹോദരങ്ങൾ, അല്ലേ? ലൂക്കോസ് 8:21 ഒന്ന് വായിക്കാമോ? എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രയെന്ന് ഉത്തരം പറഞ്ഞു. ഇതുപോലെ തന്നെ 11:28 Blessed are those who hear the word of God and observe it. 11:28 ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ജീസസിന്റെ വാക്കുകളാണ് ഈ വായിച്ചതെല്ലാം. ലൂക്കോസിൽ മാത്രം എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത കണ്ടോ? പ്രത്യേകിച്ച് ന്യൂ ലൈഫ് വേജിയിലെ ഈ വചനം ധാരാളമായിട്ടിങ്ങനെ വരുന്നു. അതുകൊണ്ട് കെയർലെസ് ആകരുത്. ആകാൻ ടെൻഡൻസി വരും. ബി കെയർഫുൾ. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. അത് കേൾക്കാൻ വരണം, അത് ശ്രദ്ധിക്കണം, റാപ്റ്റ് അറ്റൻഷനിലായിരിക്കണം. ഈ കഞ്ഞി വെക്കുക, കൂട്ടാൻ വെക്കുക, അത് വേണ്ടേ? അത് വേണം, അതല്ല മുഖ്യം. ഞാൻ കർത്താവിന് വേണ്ടിയല്ലേ അത് ചെയ്യുന്നത്? ആണ്. അതിൻ്റെ പ്രതിഫലം കർത്താവ് തരും. ഇതിൻ്റെ എക്സ്പെൻസിലല്ല അത് ചെയ്യേണ്ടത്. കണക്ക് നോക്കുന്നവരുണ്ട്, കഞ്ഞി വെക്കുന്നവരുണ്ട്, പിന്നെന്താ അവിടെ വൃത്തിയാക്കുന്നവരുണ്ട്. പിന്നെ വീടുകളിലേക്ക് വരുമ്പോൾ വീട്ടുകാരും ബിസിയായി, എന്താ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ ഒന്ന് സ്പെഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം, ഇതൊക്കെ ശരിയാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്? ഇറ്റ് ഈസ് വേർഡ്. ഇറ്റ് ഈസ് ദ വേർഡ്. കർത്താവിന് നമ്മളോട് ഇതാണ് സംസാരിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 3 ദിവസം ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുമ്പോൾ വരാഞ്ഞവരോ? അപ്പോൾ ഇവിടെ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇറ്റ്സ് ദ വേർഡ്. ഇറ്റ്സ് ദ വേർഡ്. തക്കതായ കാരണങ്ങൾ നിമിത്തം വരാത്തവരുണ്ട്. വരുന്ന വഴിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായി റൈറ്റ് ടൈമിൽ വരാൻ കഴിയാഞ്ഞവരുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടായി പോകേണ്ടവരുണ്ട്. പക്ഷേ വീട്ടിലായിരുന്നു. Look at Mary. She's not bothered about anything. Jesus' feet. I'll tell you something. അങ്ങനെ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങൾ വിമർശിക്കപ്പെടും. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോരാട്ടം ഉണ്ടാവും.
നിങ്ങൾക്ക് യേശു മതി, വചനം മതി, ആത്മീയം മതി, അതിലങ്ങ് മുന്നേറുക. യു ആർ ഗോയിങ് ടു ഹാവ് പ്രോബ്ലം ഈവൻ ഇൻ യുവർ ഹൗസ്. ഈ ടെക്സ്റ്റിൽ അതാ കാണുന്നു. സ്വന്തം സഹോദരിക്ക് പോലും മനസ്സിലാകത്തില്ലത്. ആമേൻ. അത് നമ്മൾ കൊടുക്കേണ്ട വിലയാണ്. അത് നമ്മൾ കൊടുക്കേണ്ട വിലയാണ്. സ്തോത്രം. എവിടെയെങ്കിലും ദൈവവചനത്തിന് ഉള്ള ദാഹവും വിശപ്പും പോയ അനുഭവം ന്യൂ ലൈഫിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അറിയാതെ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാൻ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ഞാനൊരു ലോക്കൽ പാസ്റ്ററായിട്ട് ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ ചിലരെ നോക്കുമ്പോൾ at least some of you have lost the hunger. That is a dangerous situation. That is a dangerous situation. ഭൗതിക തലത്തിൽ ഇവിടെ ഡോക്ടറും ഒക്കെ ഉണ്ടല്ലോ, ഡോക്ടർമാർ ഉണ്ട്. ഭൗതിക തലത്തിൽ എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ, ഡോക്ടറെ വിശപ്പില്ല, കണ്ണൊന്ന് കാണിച്ച്, നാക്ക് ഒന്ന് കാണിച്ച്, രോഗത്തിൻ്റെ സിംറ്റമാണ് അത്. വിശപ്പ് പോയോ രോഗത്തിൻ്റെ ലക്ഷണമാണ് അല്ലേ? അങ്ങനെയല്ലേ ക്ലിനിക്കിൽ കൊണ്ടിരുന്നേ? എന്താണെന്നറിയത്തില്ല ഡോക്ടറെ, ഞങ്ങൾ നോക്കുക, ഒന്നും ഇപ്പോൾ ചെറുക്കും ഒന്നും കഴിക്കുന്നില്ല. കണ്ട ഒരു കുട്ടിയാനയുടെ കൂട്ടിരിക്കുമെങ്കിലും ഒന്നും കഴിക്കത്തില്ല, ഒന്നും കഴിക്കുന്നില്ല. മാതാപിതാക്കൾക്ക് എല്ലാം അങ്ങനെയാണല്ലോ, നമുക്കറിയാമല്ലോ. അത് രോഗത്തിൻ്റെ ലക്ഷണം. പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ കൊടുക്കും. അത് ഭൗതിക തലത്തിൽ. ഇതുപോലെയാണ് ആത്മീയം. I'll tell you, some of you probably have lost your hunger for the word. പണ്ടത്തെ ആർത്തി ഉണ്ടോ ഇപ്പോൾ? Look at Mary. ആരിക്ക് വേറെ ഒന്നും വിഷയമല്ല. She is at the feet of Jesus, the best place to be in. സ്വന്തമായൊരു ക്വയറ്റ് ടൈം നമുക്കുണ്ടായിരിക്കണം. സ്വന്തമായി നമ്മൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പുറത്തെ മനുഷ്യൻ ആഹാരം വേണ്ടിയതുപോലെ അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ആരോഗ്യം. അകത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയി, അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വന്ന് പിന്നെയും ക്ഷയിച്ചു പോയാൽ അകത്തെ മനുഷ്യൻ മരിച്ചു പോകും. പിന്നെ പഴയ പരിചയത്തിൽ ആത്മീകമായുള്ള അഭിനയങ്ങൾ നടത്തേണ്ടി വരും. ടേക്ക് കെയർ ഓഫ് യുവർ ഇന്നർ പേഴ്സൺ. വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് അവരവർക്കറിയാം. പത്രോസിന്റെ ലേഖനത്തിലൊക്കെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ക്രേവിംഗ് ഫോർ ദ മിൽക്ക് എന്ന്. വാട്ട് എ സ്ട്രോങ് വേർഡ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാല് കുടിക്കാൻ ക്രേവ്. കുഞ്ഞുണ്ടായി കഴിഞ്ഞേ എന്തോ ആദ്യം ചെയ്യുന്നത്? കരഞ്ഞില്ലേ എന്ത് ചെയ്യും? അടിക്കും. കരഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ കരച്ചിൽ നിൽക്കുന്നത്? അമ്മയുടെ പാല് കൊടുക്കണം. അതുതന്നെയാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പാല്. എന്നാൽ പാല് മാത്രമല്ല നമുക്കുള്ളത്, കട്ടിയായ ആഹാരമുണ്ട്. പാല് കുടിക്കേണ്ട സ്റ്റേജുണ്ട്, കട്ടിയായ ആഹാരത്തിൻ്റെ സ്റ്റേജുണ്ട്. പ്രോപ്പർ ഫുഡ് അതാത് സമയങ്ങളിൽ കഴിച്ചില്ലെങ്കിൽ അകത്തെ മനുഷ്യന് പ്രോബ്ലം ഉണ്ടാവും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. അപ്പോൾ അപ്പം വേണം, അത് പുറത്തെ മനുഷ്യന്. വചനം അകത്തെ മനുഷ്യന്. മേരി നമുക്കൊരു നല്ല എക്സാമ്പിളാണ്. അപ്പം മേരിക്ക് ശരിക്കും മനസ്സിലായി, ഒരു വിശ്വാസിയുടെ, ഒരു ശിഷ്യയുടെ
ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹിയർ ദ ട്രൂത്ത് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. യേശു വിളമ്പുന്ന ഈ ആത്മീക ആഹാരം വീട്ടിൽ കിട്ടിയിരിക്കുക. ഭക്ഷിക്ക്, ഭക്ഷിക്ക്, മൃഷ്ടാന ഭോജനം ഭക്ഷിക്ക്. വീട്ടിൽ വീണ് കിട്ടിയിരിക്കുകയാണ് അവസരം. ദ കിങ് ഇസ് ദേർ. നേരിട്ട് രാജാവിൽ നിന്ന് ദൈവരാജ്യമാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. കാരണം ജീസസ് ടീച്ച് ചെയ്തതും പ്രീച്ച് ചെയ്തതും എല്ലാം ഇറ്റ്സ് അബൌട്ട് ദ കിങ്ഡം. സോ മോസ്റ്റ് പ്രോബബ്ലി ഹി വാസ് ഡയറക്ട്ലി ടോക്കിംഗ് about kingdom issues from the king himself. കണ്ടോ ആ സഹോദരിയുടെ ഹൃദയം തുറന്ന് യേശു ആരാണ്? യേശുവിൻ്റെ വാക്കുകൾ ആരുടെ വാക്കാണ്? ആകാശവും ഭൂമിയും മാറിയാലും അതിന് മാറ്റമില്ല. ഐ വിൽ ലിസൺ ടു ഹിം. മേരി, ഒത്തിരി സമയം പോയാൽ നീ എന്തോ കൊടുക്കും? ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഐ വിൽ സിറ്റ് ദേർ. ശരിക്കും വചനത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ കേൾക്കും തോറും ആവേശം കൂടും. കേൾക്കും തോറും ആവേശം കൂടും. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഈ ഭൗതിക ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ വലിയ മട്ടനും കുട്ടനും ഒക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധിക്കപ്പുറം എന്താ പിന്നെ അങ്ങോട്ട് ഒക്കത്തില്ലല്ലോ, പിന്നൊക്കത്തില്ല അല്ലേ? പിന്നെ എത്ര വലിയ അതിനേക്കാൾ വലിയ ഫുഡ് കാണിച്ചാലും നമുക്ക് ടേൺ ഓഫ് ആവും. വചനം അങ്ങനല്ല, വചനം അങ്ങനല്ല, വചനം അങ്ങനല്ല. അതാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. അത് കേട്ട്, അത് ഗ്രഹിച്ച്, അത് പ്രാവർത്തികമാക്കുമ്പോൾ അവിടെയാണ് വിടുതൽ, അതാണ് ഫലം. നല്ല നിലത്ത് വീണ് വിത്ത് ആ ശരിയായി പാകപ്പെട്ട ആ നിലത്ത് വീണു വചനത്തിൻ്റെ കണ്ടന്റ് ഗ്രഹിച്ച്, മർമ്മം ഗ്രഹിച്ച് പ്രാവർത്തിക മണ്ഡലത്തിൽ വരിക. ദാറ്റ് ഈസ് ദ വൈസ് മാൻ ഹു ബിൽഡ്സ് ഓൺ ദ റോക്ക്. മുപ്പത്തൊൻപതാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇനി നമ്മൾ 40-ാം വാക്യം വായിക്കാൻ പോവുക. ഇന്ന് രാത്രിയിൽ മാർത്തയെ വി അപ്രീഷിയേറ്റ്, ബട്ട് ദ ബെറ്റർ ഈസ് മേരി. മേരിയുടെ കാര്യം 40-ാം വാക്യം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജെനുവിൻ ബിലീവേഴ്സ് ആണെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണ് മാർത്ത. അതിന് നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? പക്ഷെ ഫോക്കസ് നഷ്ടപ്പെടാം. യു ക്യാൻ ലൂസ് യുവർ ഫോക്കസ്. യു ആർ ജെനുവിൻ, യു ലവ് ദ ലോർഡ്, യെറ്റ് യു ക്യാൻ ലൂസ് യുവർ ഫോക്കസ്. ദാറ്റ്സ് ദ പോയിന്റ്. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവിടെ നോക്കിയൊരു വാക്ക്, ബട്ട് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് അല്ലേ? ഡിസ്ട്രാക്റ്റഡ്. മലയാളത്തിൽ നോക്കിയാൽ 40-ാം വാക്യം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്. കുഴങ്ങിയിട്ട്. ബട്ട് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഓൾ ദ പ്രിപ്പറേഷൻ. ഈ ഡിസ്ട്രാക്റ്റഡ് എന്ന വാക്ക് നമ്മൾ പഠിച്ചാൽ, ടു ബി ഡ്രാഗ്ഡ് അവേ. ഡ്രാഗ്ഡ് അവേ ഫ്രം വാട്ട്? യേശുവിൻ്റെ ടീച്ചിങ്ങിൽ നിന്ന് എന്നെയും നിങ്ങളെ ഡ്രാഗ് ചെയ്ത് മാറ്റിയത് എന്താ? സെർവിങ് ദ ലോർഡ്. അതാണ് ഡിസ്ട്രാക്ഷൻ. അതാണ് ഡിസ്ട്രാക്ഷൻ. നമ്മളെ വലിച്ചിഴച്ചോണ്ട് പോകുന്ന, അത് ആവശ്യമല്ലേ പാസ്റ്ററെ? ആവശ്യമായിരിക്കും, അത്യാവശ്യമല്ല. ജോലി ആയിരിക്കാം,
ഹോബി ആയിരിക്കാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഫോണായിരിക്കാം, എന്തുമാകാം. Martha was a good woman. She's trying to serve the Lord. But here she's distracted in the mind, dragged away. There is a pull. കുഴങ്ങി എന്ന വാക്ക. കുഴങ്ങിയിരിക്കുന്നവരുണ്ടോ? ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പിന്നെന്താ? dragged away. ഭയങ്കര ആഗ്രഹമാണ്, പിന്നെന്നാ കുഴപ്പം? യു ആർ dragged away, distracted. കർത്താവ് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കൽ നിന്ന് ഡിസ്ട്രാക്റ്റഡായി. എന്ത്? പ്രീ ഓക്യുപ്പൈഡ് വിത്ത് പ്രിപ്പറേഷൻസ്. കർത്താവിന് വേണ്ടിയാ ഇതെല്ലാം. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസ് മാത്രം എഴുതിയിരിക്കുന്നൊരു പാസേജാണ്. ഇത്ര ആഴമുള്ള വചനങ്ങളാവിടെ. എന്തൊക്കെയായി പ്രിപ്പയർ ചെയ്യുന്നത്? ഏതായാലും ഭക്ഷണ കാര്യങ്ങളുണ്ട്, ഫിക്സിങ് എ മീൽ. പിന്നെ ഒരു പക്ഷെങ്കിൽ ഇവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകളായിരിക്കാം. എന്താണെങ്കിലും ഇറ്റ് ടുക്ക് ടൈം. അപ്പോൾ എന്താ? ഹോസ്പിറ്റാലിറ്റി വേണ്ടെന്നാണോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? എന്നാണ് റോമാലേഖനം 12:13 പറയുന്നത്? കൽപ്പനയായിട്ടല്ലേ അവിടെ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി പ്രാക്ടീസ് ചെയ്യണമെന്ന്? എബ്രായർ 13:2, 1 പത്രോസ് 4:9, ഇവിടെയെല്ലാം അതിഥി സൽക്കാരം ഒരു ദൈവ പൈതലിന് വേണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷനിലും ഈ കാര്യം ചെയ്യുന്നതിലും മാർത്തയ്ക്ക് പറ്റിയത് പ്രയോറിറ്റികൾ ട്വിസ്റ്റഡായിപ്പോയി. അതുമാത്രമായി ഇപ്പം. ഇവിടെയാണ് കുഴപ്പം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ മേരി തിരഞ്ഞെടുത്തത്. ക്രിസ്ത്യൻ ബാലൻസ് എപ്പോഴും നമുക്കുണ്ടാകണം. ഇത് നിമിത്തം എന്ത് പറ്റിയെന്ന് നിങ്ങൾക്കറിയാമോ? നോക്കിയേ 40-ാം വാക്യം. ബട്ട് മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഓൾ ദ പ്രിപ്പറേഷൻസ് ദാറ്റ് ഹാഡ് ടു ബി മെയ്ഡ്. എന്നിട്ട് അടുത്തത്, ഷീ കെയിം ടു ഹിം ആൻഡ് ആസ്ക്ഡ്, ലോർഡ്, ഡോണ്ട് യു കെയർ ദാറ്റ് മൈ സിസ്റ്റർ ഹാസ് ലെഫ്റ്റ് മീ ടു ഡു ദ വർക്ക് ബൈ മൈസെൽഫ്? ടെൽ ഹെർ ടു ഹെൽപ്പ് മീ. ഓളെ 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പൊ ശുശ്രൂഷക്കാരത്തി, യു ഹാവ് ലോസ്റ്റ് യുവർ ജോയ് ഓഫ് സെർവിങ്. കർത്താവിനെയല്ലേ ശുശ്രൂഷിക്കുന്നത്? അത് സന്തോഷത്തോടല്ലേ ചെയ്യേണ്ടത്? മുൻഗണനകൾ മാറിപ്പോയത് കൊണ്ടുണ്ടാകുന്ന അബദ്ധമാണ് ഒടുവിൽ ഈ ചെയ്യുന്നതിൽ ഇപ്പൊ പിറുപിറുപ്പായി. പഠിക്കുക, കർത്താവിൽ നിന്ന് പഠിക്കുക. ഇന്ന് രാത്രിയിൽ മെഡിറ്റേറ്റ് ദിസ്, ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ ടു അവർ ഹാർട്ട്സ്. കണ്ടോ, ശുശ്രൂഷിക്കാനെടുത്ത് ഷീസ് ഫ്രസ്ട്രേറ്റഡ്, കംപ്ലൈനിങ് അഗൻസ്റ്റ് ഹെർ ഓൺ സിസ്റ്റർ. സഹിക്കുന്നില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അവിടെ ഇരിപ്പുണ്ടോ? ഇതെന്തൊരു ആത്മീയമായത്, ഇതെന്തോ ആത്മീയമായത്, എപ്പോൾ നോക്കിയാലും അങ്ങത്. ചിലപ്പോൾ ഇതൊരു ഭർത്താവ് ഭാര്യയോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞെന്നിരിക്കും, അമ്മായി അമ്മ മോളോട് പറഞ്ഞെന്നിരിക്കും, മോൾ അമ്മായി അമ്മയോട് പറഞ്ഞെന്നിരിക്കും. ഇറ്റ് ഹാപ്പൻസ്. ഇതൊരു ഫാമിലി സിനാറിയോയാണ്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, അതെന്താ പറ്റിയത്? എന്താ അതിൻ്റെ റൂട്ട്? എന്താ? മുൻഗണനകൾ മാറി. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആദ്യമൊക്കെ, എനിക്കറിയത്തില്ല കേട്ടോ, അവിടെ എഴുതിയിട്ടില്ല. പിന്നെ സഹി കേട്ടു. ഇപ്പം ബൈബിൾ സ്റ്റഡി ഡിസ്റ്റർബ് ചെയ്ത് വന്ന് കർത്താവിനോടൊരു പരാതിയാണ്. കർത്താവ്
ശിഷ്യന്മാരുണ്ട്, സഹോദരി കാൽപാദത്തിൽ പണി. ഇപ്പം അതൊന്നുമല്ല വിഷയം. എന്തിനാ കർത്താവിനെ അപ്പം അകത്ത് ഇൻവൈറ്റ് ചെയ്തത്? ചിലർക്ക് അത് അറിയില്ല. യേശുവിനെ എന്തിനാ ഇൻവൈറ്റ് ചെയ്തത്? പലരും പല കാരണങ്ങൾക്കാണ്. യേശുവിനെ ഇൻവൈറ്റ് ചെയ്താൽ ഐ വിൽ ടെൽ യു, നിങ്ങൾ സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ യേശു കയറിയ വീടുകളുണ്ട്. യേശു കയറിയ വീടുകൾ ഒരൊറ്റ വീട് പോലും തകർന്നു പോയിട്ടില്ല. യേശു കയറിയ വീടുകൾ. യേശുവിനെ ഇൻവൈറ്റ് ചെയ്ത് യേശു അകത്ത് വരികയാണെങ്കിൽ യേശുവിൻ്റെ ഒറ്റ അജണ്ടയുള്ളൂ. അത് നിങ്ങളുടെ അജണ്ടയല്ല. യേശുവിൻ്റെ അജണ്ട നിത്യമായ നിത്യജീവനിലേക്ക് നയിക്കുന്ന തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് ബോധ്യമാക്കി തരും. യേശു സ്നേഹിച്ചവരാണെന്നുള്ളത് അറിയാമോ? യോഹന്നാൻ 11:5 എഴുതിയിട്ടുണ്ട്, ജീസസ് ലവ്ഡ് ദിസ് ഫാമിലി. യേശു സ്നേഹിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. അതാണ് മെയിൻ. യേശു വന്നിരിക്കുന്ന അതിനാ. യേശു സ്നേഹിച്ചത് കൊണ്ട് ഇവർക്ക് പ്രയാസങ്ങൾ വരാതിരുന്നൊന്നുമില്ല കേട്ടോ. അവരുടെ ആങ്ങളെയാണ് ചെറുപ്പത്തിൽ മരിച്ചു പോയത്. പക്ഷേ യേശു സ്നേഹിക്കുന്നതുകൊണ്ട് വിഷയത്തിൽ പരിഹാരം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. Martha, why did you call Jesus? Now you are frustrated, agitated. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഞാനാണ് വിശ്വാസത്തിൽ ഇറങ്ങിയത്, ഞാനല്ലയോ അതൊക്കെ തുറന്നത്. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇരിപ്പ്. അതെന്താ ഇങ്ങനെ ആയത്? പ്രയോറിറ്റി മാറിപ്പോയി. പ്രയോറിറ്റി മാറിപ്പോയി ആണ്. അപ്പോൾ എന്താ, ഈ ഊണൊന്നും വേണ്ടെന്നാണോ? അല്ല, അത് നല്ലതാണ്, അത് വേണം. പക്ഷെ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നത്. അതിനാണ് പ്രയോറിറ്റി ഒരു വിശുദ്ധൻ കൊടുക്കേണ്ടത്. സ്തോത്രം. ലോർഡ്, ഇത് നമുക്ക് എങ്ങനെ സഹിക്കും നോക്കിയേ. ലോർഡ്, ഡോണ്ട് യു കെയർ ദാറ്റ് മൈ സിസ്റ്റർ ഹാസ് ലെഫ്റ്റ് മീ. അപ്പോൾ ഇപ്പം ആരോപണം ആർക്കെതിരെയാ? കർത്താവേ, നീ എനിക്ക് കെയർ ചെയ്യുന്നില്ലയോ എന്ന്. ലോകത്തിലൂടെ നടന്നതിൽ കെയറും കമ്പാഷനും ലവുമുള്ള ജീസസിനപ്പുറം ആരെങ്കിലും ഉണ്ടോ? ആ ജീസസിനോട് പറയാ ഡോണ്ട് യു കെയർ എന്ന്. പ്രാർത്ഥനാ വാചകമൊക്കെ മാറിപ്പോയി. എന്താ പറ്റിയത്? പ്രയോറിറ്റി മാറി. മലയാളത്തിൽ മോളെ 2ാം ഭാഗം ഒന്ന് വായിച്ചേ. ഷിക്കയും കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നമ്മളെക്കുറിച്ചെല്ലാം വിചാരം ആർക്കുണ്ട്? ഇപ്പം തിരിച്ച് ചോദിക്കുക, നിനക്ക് വിചാരമില്ലയോ എന്ന്. വീട്ടിൽ കേട്ടിട്ട് ചോദിക്കുക, എന്ത് ചെയ്യുമെന്ന് പറ. അതെന്താ പറ്റിയത്? അമ്മാമ്മ എന്താ പറ്റിയത്? അമ്മാമ്മ ഓവർ ബിസിയാ. ഓവർ ബിസിനസ് ട്രാപ്പാണ്. ഈവൻ ഉപദേശിമാരിത് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ്സ് എ ബിഗ് ട്രാപ്പ്, ഹ്യൂജ് ട്രാപ്പ്. അന്നേരമല്ല നമ്മൾ റീസൺ ചെയ്യുന്നത് ഐ എം വർക്കിംഗ് ഫോർ ദ ലോഡ്. അതിനേക്കാൾ വലുതാണ് ടു ബി ബിസി വിത്ത് ദ ലോഡ്. ഇൻഫാക്റ്റ് ബിസി വിത്ത് ദ ലോഡിൽ നിന്നുള്ള ഓവർഫ്ലോ ആയിരിക്കണം സെർവിങ് ദ ലോഡ്. ലോഡ്, ഡു യു നോട്ട് കെയർ? എന്നിട്ട് എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിന്റെ ഹിതം നടക്കരുത്, എൻ്റെ ഇഷ്ടം നടക്കണം. അവളോട് പറ കർത്താവ്, കൽപ്പീര്. ഞാൻ പറഞ്ഞ അവൾ വരത്തില്ല, നീ കൽപ്പിക്കണം. അപ്പോൾ ഇപ്പം മാർത്തയ്ക്ക് യേശു വീട്ടിലുണ്ട്. ആരുടെ ഇഷ്ടമാണ് വേണ്ടത്? ഇപ്പം യേശുവിൻ്റെ ഇഷ്ടമല്ല, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു അല്ലേ, കെട്ടുപൊട്ടിച്ച്. ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പാസ്റ്ററേ അപ്പുറത്തെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വല്ലതും നടക്കുമോ പാസ്റ്ററേ?
ആളുകൾക്ക് അങ്ങനെ പേടിയുള്ളവരുണ്ട്. നമുക്കെതിരെ വേറെ ഒരാൾ, വിശ്വാസത്തിലുള്ള ആൾ പ്രാർത്ഥിക്കുകയാണ്, എടാ ഇവൻ അങ്ങനെ ശരിയായാലും അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏതാണ്ട് വരുമെന്ന്. ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. നിങ്ങൾ നീതിയിലാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഉടനെ മാർത്ത അങ്ങനെ പറഞ്ഞു, അല്ലെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച ഉടനെ കർത്താവ് പറയാം, മേരി ഞാനിപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്, നീ പോ. നോ, അങ്ങനെ ഒരാളല്ല കർത്താവ്. അങ്ങനെ ഒരാളല്ല കർത്താവ്. എന്നോട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ആളുകൾ ചിന്തിക്കുന്നത്, പക്ഷേ അവിടെ ഒരാഴ്ചത്തെ ഉപവാസപ്രാർത്ഥന നമുക്കെതിരെ വെച്ചിരിക്കുക. വാട്ട് ആർ യു ടോക്കിംഗ്? ഇതൊക്കെയാണ് ഒരുപാട് ആളുകൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മളൊക്കെ 3 ദിവസമേ വെച്ചുള്ളൂ, അവർ 7 ദിവസം വെച്ചിരിക്കുക നമുക്കെതിരെ. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഓ, അങ്ങനെ ഒരാൾ കർത്താവ്. എൻ്റെ ഹിതം നടക്കണം. വാസ്തവത്തിൽ ഇവിടെ മാർത്ത ഉണ്ടല്ലോ, ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോളായി. എന്താ വിഷയം? മാർത്തയ്ക്കും അറിയാമെന്ന എൻ്റെ ധാരണ ശരിയെന്ന് പറയുന്ന അതാന്ന്. എന്ത് വചനം കേൾക്കണം, നമുക്ക് ഒക്കുന്നില്ല. ഒക്കാത്ത പുള്ളി ഒത്തവനെ ഇപ്പോൾ പ്രശ്നമാക്കുക. ആമേൻ. ഞാനിവിടെ കർത്താവിനെ ഒന്ന് ധ്യാനിച്ചു കേട്ടോ. 1 സെക്കൻഡ് ഞാനൊന്ന് ധ്യാനിച്ചു. കർത്താവ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ വഴക്കിൻ്റെ ഒരു ആരംഭം അല്ലേ? 2 സഹോദരിമാർ തമ്മിൽ ഒരു ചെറിയ, എന്താ നമ്മളതിന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സൗന്ദര്യപ്പണക്കം വന്നോ. എന്താ ഈ ആത്മീയമാ വിഷയം. അവളിരുന്ന് ഷീസ് നോട്ട് കെയറിങ് അബൌട്ട് ദ അതർ തിങ്സ്, അറേഞ്ച്മെൻറ്റ്സ്. I am doing all that, Lord. അതോ ഇനി മാർത്ത, ഡിഡ് യു ഫീൽ ദാറ്റ് ദ ലോർഡ് ഈസ് നോട്ട് നോട്ടീസിങ് യു? ചിലർക്ക് അങ്ങനെ എല്ലായ്പ്പോഴും ദ ലൈറ്റ് മസ്റ്റ് ബി ഓൺ മീ. ഞാനാ ഇതൊക്കെ ചെയ്യുന്ന കർത്താവേ, അവളോടൊന്ന് പറഞ്ഞേ അല്ലേ? അങ്ങനെയുള്ള ചിലരുണ്ട്. അയ്യോ അതൊക്കെ വലിയ പാടാ. ഞാൻ ഓർത്ത് കർത്താവ് ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? എനിക്ക് വാസ്തവത്തിൽ വലിയ സന്തോഷം തോന്നി. ആ 41-ാം വാക്യത്തിൽ മാർത്ത മാർത്ത, ആ വാക്കുകൾ 2 ദൈവം പഴയ നിയമത്തിലും ഇങ്ങനെ പുതിയ നിയമത്തിലൊക്കെ ദൈവത്തിൻ്റെ പുത്രൻ 2 തവണ അടിയന്തരമായി വിളിക്കുക, അബ്രഹാമേ അബ്രഹാമേ. മാർത്ത, ഇതിനകത്ത് കർത്താവിൻ്റെ കൺസേണും സ്നേഹവും കരുതലും സകലതുമുണ്ട്. മാർത്തേ, നീ കുഴയുന്നതൊക്കെ കർത്താവിന് അറിയാം. He is concerned. ഇങ്ങനെയൊക്കെ മാർത്ത ഔട്ട് ഓഫ് കൺട്രോൾ ആയി പറഞ്ഞിട്ടും ജീസസ്, he is in control. Martha, Martha, the Lord answered, what's your problem? You are worried and upset about many things. ഇവിടെയുള്ള മാർത്തമാർ കേട്ടോണം, കൈവക്കണ്ട. വറിയഡും അപ്സെറ്റ് ആണെങ്കിൽ നിങ്ങളോടാ. എനിക്ക് അങ്ങനൊന്നുമില്ല, എന്നാൽ നിങ്ങളോടല്ല. ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നിങ്ങളോടാണ്. സ്തോത്രം. മോളെ 41-ാം വാക്യം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. മനം കലങ്ങിയിരിക്കുന്നു, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്ക് കംപ്ലീറ്റ് ചെയ്യാം. തെരഞ്ഞെടുപ്പായത്. മേരി ഹാസ് ചോസൺ. She had 2 options. Mary chose. എന്ത്? കാൽപാദത്തിലിരുന്ന് വചനം കേൾക്കണം. ഇറ്റ്സ് എ ചോയ്സ്. ആ ചോയ്സ് എടുക്കുമ്പോൾ 1, 2, 3, ചിലപ്പോൾ അത് ഒരുപാട് ഓപ്ഷൻസ് മുന്നിലിരിക്കുമ്പോൾ ക്രിസ്ത്യൻ
ക്രിസ്ത്യൻ പ്രയോറിറ്റി എന്താ? ഫെലോഷിപ്പ് വിത്ത് ദ മാസ്റ്റർ. ജീസസിനെ വർഷിപ്പ്, ഫെലോഷിപ്പ്, ഇൻറ്റിമസി, വേർഡ് എല്ലാം കൂടെ അടങ്ങി. ഐ വാണ്ട് ക്രൈസ്റ്റ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ പറയാം, നിങ്ങളുടെ ജോലി അതിന് തടസ്സമാണെങ്കിൽ ആ ജോലി എടുത്ത് ദൂരെ കളയണം. അല്ലെ ജീവിക്കണ്ടേ പാസ്റ്റേ? ജീവിക്കാനുള്ള ജോലി ചെയ്യണം. യേശുവിൽ നിന്നുള്ള ഇൻറ്റിമസി, ഈ മെയിൻ കാര്യം സാധിക്കാതെ വണ്ണം, നിത്യമൊഴികൾ ആസ്വദിക്കാൻ കഴിയാതെ, മാസ്റ്ററുമായി രാജാവുമായി വ്യക്തിപരമായ കൂട്ടായ്മയ്ക്ക് സമയം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അയ്യോ, അത് വലിയ ട്രാപ്പാണ്. അത് ഭയങ്കര ട്രാപ്പാണത്. നിങ്ങളൊരു നല്ല വിശ്വാസിയായിരിക്കും, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രയോറിറ്റി എന്താ? നമുക്കവനെയാണ് വേണ്ടത്. Martha, what you are doing is all right, but Mary is having fellowship. She is listening to the word. അപ്പോൾ ആ വേർഡ് എന്തെങ്കിലും മനസ്സിലാവുന്നത്, Lord, what's the real meaning of that? He will explain. എന്തൊരു കൂട്ടായ്മയത്, എന്തൊരു കൂട്ടായ്മയത്. Mary chose that. But if you choose it, you will have problem. അതെന്താ? ആളുകൾ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആളുകൾ നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. That is the problem. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് we have to take it in our stride. ഉഴപ്പന്മാരങ്ങനെയുള്ളവരുണ്ട്. ഞാൻ ഉഴപ്പന്മാരെ കുറിച്ചല്ല പറയുന്നത്. മേരിയുടെ ആത്മാർത്ഥത നിങ്ങൾ കണ്ടോ? യേശു അവളെ ശ്ലാഘിക്കുകയാണ്. എന്താ പറയുന്നത്? Mary has chosen what is better and it will not be taken away from her. മാർത്തയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ജീസസ് is not going to take it away from her. Hallelujah. ഏതാ നല്ലത്? മാർത്ത ചെയ്തതും ആവശ്യമാണ്. മാർത്ത ചെയ്തതും കർത്താവിന് വേണ്ടിയാണ്. പക്ഷേ അതൊടുവിൽ ഡിസ്ട്രാക്റ്റ് ചെയ്ത് വറിയഡായി, അപ്സെറ്റായി, ഒടുവിൽ ഔട്ട് ഓഫ് കൺട്രോളായി, ആത്മീയത തന്നെ ശുഷ്കിച്ച് പോകുന്ന നിലവാരത്തിലേക്ക് വന്നാൽ, അയ്യോ, അതാണോ നമ്മുടെ ആത്മീയതയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്? അതാണോ ദൈവത്തിന് നമ്മളെ എന്തിനാ ഈ വീട്ടിൽ കർത്താവ് വന്നിരിക്കുന്നത്? എന്തിനാ നമ്മുടെ ലൈഫിൽ കർത്താവ് വന്നിരിക്കുന്നത്? ഭൗതികമായ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ആമേൻ. അതുകൊണ്ട് ജീവിതയാത്രയിൽ നമ്മുടെ പ്രയോറിറ്റിയെക്കുറിച്ച്, മുൻഗണനകളെക്കുറിച്ച് ഒരു നല്ല അറിവ് നമുക്കുണ്ടായിരിക്കണം. അറിവ് മാത്രം പോരാ, അറിവ് വന്നാൽ, അറിവുണ്ടായാൽ തെരഞ്ഞെടുത്തോണം. അതിന് വില കൊടുക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആ വില നമ്മൾ കൊടുക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നല്ലത് തിരഞ്ഞെടുത്താൽ കർത്താവ് കൂടെ നിൽക്കും. കർത്താവേ, മാർത്തയല്ലേ അങ്ങേ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്? ആണ്. പക്ഷെ ഇപ്പം അവിടെ സൈഡ് കർത്താവ് പറയാതെ ഇത് കർത്താവ് നീതിയോടെ വിധിക്കത്തുള്ളല്ലോ. പാരമ്പര്യമൊന്നും പറഞ്ഞ കർത്താവ് അങ്ങോട്ട് ചായത്തൊന്നുമില്ല. ഷീ ഹാസ് ചോസൺ. 2000 വർഷം കഴിഞ്ഞിട്ട് we still speak about this family because Jesus went to that family. ബഥാനിയയിലെ മറിയയുടെയും മാർത്തയുടെയും
ഗ്രാമം ഈ സഹോദരിമാരുടെ പേരിനാൽ അറിഞ്ഞു, ഈ കുടുംബത്തിൻ്റെ പേരിനാൽ അറിഞ്ഞു. എന്താ കാര്യം? എത്രയോ വീടുകളുണ്ട്. അതിൻ്റെ കാരണം ഇതാ, യേശു കയറി, യേശു വീട്ടിൽ വന്നു, യേശു വീട്ടിനകത്ത് വന്നു, യേശു അവിടെ അത്ഭുതം ചെയ്തു. പക്ഷേ യേശുവിൻ്റെ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. യേശുവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് ഡിസ്ട്രാക്റ്റഡായി, വറിയഡായി, അപ്സെറ്റായി, ഒടുവിൽ ബൈബിൾ സ്റ്റഡി കൂടെ ഉഴപ്പി. അവിടെയാണ് പ്രാർത്ഥനയൊക്കെ വന്ന്, കർത്താവേ അവളോട് പറ, മാർത്തേ മാർത്തേ, വാട്ട്സ് റോങ് വിത്ത് യു? ഷി ഹാസ് ചോസൻ. ഇന്ന് രാത്രിയിൽ ക്രിസ്ത്യൻ പ്രയോറിറ്റി ഗ്രഹിക്കുക, കാര്യം മനസ്സിലാക്കുക. എവിടെയെങ്കിലും അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണെങ്കിൽ പ്രയോറിറ്റി ഇസ് ടു ബി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കുഞ്ഞുങ്ങളോട് പറയാം, പഠിത്തമല്ല പ്രയോറിറ്റി. ഓ അല്ലല്ല, പഠിത്തമല്ല പ്രയോറിറ്റി ആണോ? കണ്ടോ, ഒരു മറുപടി പറഞ്ഞില്ല. അതെന്താ? അതാണ് എല്ലാവർക്കും പഠിത്തമല്ല പ്രയോറിറ്റി. വേറെ ഒരു ഉപദേശം നിങ്ങൾ പറഞ്ഞു തരത്തില്ല. ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. പഠിത്തമല്ല പ്രയോറിറ്റി. റിലേഷൻഷിപ്പ് ആൻഡ് ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, അതാണ് പ്രയോറിറ്റി. നോക്കിക്കേ, ഈവൻ സെർവിങ് പോലും ഇപ്പം സ്ട്രെസ്സിലായി അല്ലേ? സെർവിങ് എത്ര ജോയ്ഫുള്ളായിട്ടാണ് കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത്, ഇപ്പം സ്ട്രെസ്സായി. ശുശ്രൂഷ തന്നെ സ്ട്രെസ്സാണ്. കംപ്ലൈനിങ്ങും മെർമറിങ്ങും ഒക്കെ ആയി. ആളുകൾ പറയും, പക്ഷേ ഇത് നല്ലൊരു കോളാണ് കേട്ടോ, നല്ലൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ 10% കർത്താവിൻ്റെ വേലയ്ക്കാണ്. അതെന്തിനാണെന്നറിയോ? ബിസിനസ് നേരെ അടക്കണം, അതിന് ഉള്ള ഒരു ഡാവാ. കർത്താവിന് നമ്മുടെ 10%, 20% ഒക്കെ കൊടുത്താൽ കർത്താവ് മേടിച്ചോളൂ. അതൊന്നും അല്ല വിഷയം. കർത്താവിന് ഇതൊന്നും അല്ല വിഷയം. നിങ്ങളെയാണ് വേണ്ടത്. കർത്താവേ, ഞാൻ എന്തെല്ലാം അവിടെ കുക്ക് ചെയ്തു എന്നുള്ളത് അങ്ങേക്ക് അറിയാമോ? അതൊക്കെ നല്ലതാണ്. കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചു, കർത്താവ് കഴിക്കും. പക്ഷേ അതിനേക്കാൾ വലുതാണ് മേരി ചൂസ് ചെയ്തത്. നോട്ട് ജസ്റ്റ് ഹിയറിംഗ് ദ വേർഡ്, ദാറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ മാസ്റ്റർ. ഷീ ഗേവ് ഹർ ടൈം ഫോർ ജീസസ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.